ഇന്നത്തെ ഈ വീഡിയോ ഇവനുള്ളതാണ്. എനിക്ക് ആകെ 3 പട്ടിക്കുട്ടികളാണ് ഉള്ളത്. പട്ടിക്കുട്ടികളല്ല, ഇച്ചിരി വലുതായവരാ. 3 പേരുണ്ട്. ഒന്ന് അപ്പു, ഒന്ന് അമ്മു, ഒന്ന് തോന്നി. വീട്ടിലെ പട്ടിയെ മേടിക്കാനും വളർത്താനും ഒക്കെ ഭയങ്കര എതിർപ്പായിരുന്നു ആദ്യം. ഈ 3 പേരെ ഒരു 2014 സമയത്തിൽ വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദറിന് ഓർമ്മ വെച്ച കാലം മുതലേ അവൻ പട്ടീനെ മേടിക്കണമെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് നടത്തിയിട്ടും മേടിച്ചു കൊടുക്കാത്തൊരു ഐറ്റമായിരുന്നു പട്ടി. കേട്ടറോ ശരിയാണെങ്കിൽ എൻ്റെ പപ്പയ്ക്കൊരു പട്ടി ഉണ്ടായിരുന്നു. ആക്സിഡൻ്റലി അത് മരിച്ചുപോയി. അതേ പിന്നെ പട്ടീനെ മേടിക്കാനായിട്ട് പപ്പയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അന്ന് പപ്പയ്ക്ക് ഉണ്ടായ ഒരു ഡിപ്രസീവ് ഫേസ് മക്കൾക്ക് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി കാരണം ഞങ്ങൾക്ക് മേടിച്ച് തരാൻ ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ ഒരു ഡിപ്രസീവ് ഫേസ് ഉണ്ടായപ്പോഴത്തേക്ക് അതൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് പപ്പ ചിയറപ്പാക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്നതാണ് ഈ 3 ആദ്യത്തെ പട്ടിക്കുട്ടി താണ്ടി ഈ കിടക്കുന്ന അപ്പുവാണ്. അപ്പുവിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ ഓർമ്മ വരുന്നത് ഇവനെ വാങ്ങിച്ചുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. ഭയങ്കര കുഞ്ഞു പ്രായത്തിലാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു ടീത്തിങ് ടൈം ഉണ്ടല്ലോ. ആ ടൈമിൽ ഞങ്ങളെ ആരെയും അവൻ നിലത്ത് നിർത്തിയിട്ടില്ല. എല്ലാവരെയും കടിച്ചു ഓടിക്കും. ഞങ്ങളെല്ലാം മേശപ്പുറത്തും ഏതെങ്കിലും ഒരു സെറ്റിയോ ദിവാനോ എന്തിൻ്റെയും മണ്ടയ്ക്ക് കയറി നിൽക്കാണ്ട് ഇവൻ്റെ പല്ലിൻ്റെ മൂർച്ച കാരണം ആർക്കും തറയിൽ കാല് കുത്തി നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞല്ലേ, കുഞ്ഞിൻ്റെ ഫേസ് മാറി കഴിയുമ്പോഴത്തേക്ക് വരും. ആ ടൈമിൽ എല്ലൊക്കെ മേടിച്ചു കൊടുത്തും കുറേയൊക്കെ അങ്ങനെയൊക്കെ മാനേജ് ചെയ്തൊക്കെ ഒന്ന് കൊണ്ടുപോയി. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇവൻ്റെ ആ ടീത്തിങ് ഫേസ് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും കടിച്ചുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. പട്ടിക്ക് ADHD ഡയഗ്നോസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ADHD ഒരു പട്ടിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരിക്കും അപ്പു. അതേപോലെ ഹൈപ്പർ ആക്റ്റീവാണ്. ഒരു കാലത്തും അടങ്ങിയിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവൻ്റെ വാ ഒന്ന് അടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല. ഇനി ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ അടുത്തിരിക്കുന്ന ആളുടെ ഡ്രസ്സ് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതൊന്നും കണ്ടില്ല, തറയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചുമ്മാ കല്ലെങ്കിലും കടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും അടങ്ങിയിരിക്കാത്ത ഞങ്ങളുടെ പുന്നാര കുട്ടപ്പനാണ് ഈ കിടക്കുന്ന അപ്പു. അപ്പോ ഞാൻ ഒരിക്കലും ഇപ്പം ഈ കാണുന്ന അപ്പുവിൻ്റെ ഫേസ് കാണുമെന്ന് വിചാരിച്ചതല്ല. എല്ലാവരും പറയും പട്ടിക്ക് 12-15 വയസ്സ് വരെയൊക്കെ പ്രായമുള്ളൂ. പക്ഷെ എൻ്റെ മനസ്സിൽ ഇല്ല, പട്ടിക്ക് 21 വയസ്സ് വരെയൊക്കെ പ്രായമുണ്ട്. എൻ്റെ പട്ടിക്ക് ഒരു കുഴപ്പവും പറ്റില്ല. അതുമല്ല, ഞങ്ങൾ ആരും ഇമാജിൻ ചെയ്തിട്ടില്ല ഇവർക്ക് വയ്യാതായിട്ട് കിടക്കുന്നതോ അല്ലെങ്കിൽ മരിച്ചു പോകുന്നതിനെ പറ്റിയിട്ടോ ഒന്നും ഇമാജിൻ ചെയ്തിട്ടില്ല. എനിക്കറിയാം പട്ടി മരിച്ചു എന്നല്ല, ചത്തുപോയി എന്നാണ് പറയുക. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ 3 പേര് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ. അതേപോലെ അതിൻ്റെ ആ ഒരു റെസ്പെക്റ്റും കരുതലും ഒക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവും. ഒരു കാലത്ത് ഇമാജിൻ ചെയ്തിട്ടില്ല. ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഞങ്ങൾ ആരും വിചാരിച്ചില്ല ഞങ്ങളുടെ പട്ടിക്കുട്ടികൾ ആരെങ്കിലും മരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവർ വയ്യാതെ കിടക്കുന്ന ഒരു ഫേസ് ഇമാജിൻ ചെയ്യാനോ പറ്റാറേ ഇല്ല. ആരെങ്കിലും അതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഡിഫെൻസീവ് ആവും. പട്ടിക്ക് പ്രായമായി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചെടുപ്പാണ്. പ്രായമൊന്നും ആയിട്ടില്ല, 21 വയസ്സ് വരെ ജീവിക്കുന്ന പട്ടികളുണ്ട്, അപ്പോൾ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇനിയുണ്ട് 10 വർഷം എന്നൊക്കെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. 2 ആഴ്ച മുന്നേ വരെ. 2 ആഴ്ച മുന്നേ ആയപ്പോൾ അമ്മ പറഞ്ഞു അപ്പോൾ അപ്പൂന് പ്രായമായെന്ന് തോന്നുന്നു, കാലിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോഴേ എനിക്കറിയാം എൻ്റെ വീട്ടുകാരുടെ ഒരു പ്രത്യേകത, നമ്മൾ അപ്സെറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മാക്സിമം ഹൈഡ് ചെയ്തിട്ടേ പറയുള്ളൂ. അപ്പോഴേ ഒരു ചെറിയൊരു ഉൾവിളിയുണ്ട്, ഓക്കെ ഇവൻ എന്തോ കാര്യമായിട്ടുള്ളത് എന്തോ ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ് ഇത്രയെങ്കിലും പറയുന്നത്. പിന്നീട് അറിഞ്ഞത് ഫുഡൊന്നും കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്നും വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്ത് പോയെന്നും ബ്ലഡ് കയറ്റിയും ആൻറ്റിബയോട്ടിക്കൊക്കെ ആയി എന്നുള്ളത് ഇവൻ ഈ സ്റ്റേജിൽ കിടക്കുന്ന സമയത്താണ് അമ്മ എൻ്റെ അടുത്ത് പറയുന്നത്. അതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, അവൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ അതായത് 12-ാം തീയതി ഞാൻ വർക്കിനിരിക്കുകയായിരുന്നു. എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. എനിക്കൊരു കോൾ വന്നു. യൂഷ്വലി അമ്മ ആ ടൈമിലൊന്നും വർക്കിൻ്റെ ടൈമിലൊന്നും തന്നെ കോൾ വിളിക്കാറില്ല. കോൾ വിളിച്ചു. വീഡിയോ കോൾ വരാൻ പറ്റുമോ എന്നുള്ള സൗണ്ടിൽ തന്നെ മനസ്സിലാക്കാറുണ്ട്. ഓക്കെ എന്തോ സംതിങ് ഹൊറിബിൾ ഹാസ് ഹാപ്പൻ. അങ്ങനെ വിളിച്ചിട്ട് ആ ഒരു ഇടറിയ സൗണ്ടിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. വിളിച്ചു നോക്കുമ്പോഴത്തേക്ക് കാണുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവൻ ഓൾമോസ്റ്റ് ഹാഫ് ഡെഡ് പോലെ ബ്രീത്തിങ്ങിൻ്റെ ചലനം മാത്രമായിട്ട് കിടക്കുകയാണ്. തലേന്നൊന്ന് കഴി വെച്ച് പ്രാർത്ഥിച്ചിട്ട് വിട്ടേരമ്മ, അവനിപ്പോൾ തീരും. ടു ബി ഓണസ്റ്റ് വിത്ത് യു ഓൾ, അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആണ്. ഇങ്ങനെ ഞാൻ അവനെ കാണുന്നത് ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാനും റെഡി അല്ലാത്ത കുറച്ച് ഫേസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും അമ്മയും പപ്പയും അവിടെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ കോളിലുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ ബ്രദറിനെ കണക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം അവൻ ഏകദേശം തീർന്നു, ഇപ്പോൾ തീരും എന്നുള്ള സ്ഥിതിയിലായതുകൊണ്ടിട്ടാണ് എന്നെ വിളിച്ചത് തന്നെ. ഞാനിവിടെ UK വർക്ക് ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്ത് ഫീൽഡിലാണ്. നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോളേഴ്സിനെ കാര്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇമോഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായിട്ടും കോളേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ വർക്ക് പ്ലേസിൽ വിളിച്ചിട്ട് ലീവ് പറഞ്ഞു. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ദാറ്റ്. ഞാൻ അവനെ കണ്ടിട്ട് 2 വർഷത്തോളം ആവുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി അവൻ ഈ ഭൂമിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മൊമെൻറ്റ് മൊത്തം അവൻ്റെ കൂടെ ഇരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ഞങ്ങൾ എല്ലാവരും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ പോസ് ചെയ്തിട്ട് പറഞ്ഞു അവൻ പോയെന്ന് തോന്നുന്നു, ഒരനക്കവും കാണുന്നില്ല, വയറൊന്നും അനങ്ങുന്നില്ല എന്ന്. അമ്മയുടെ ഏങ്ങലടി കേൾക്കാറുണ്ടെങ്കിലും ഒരു ഉമ്മ അവസാനമായിട്ടൊന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അമ്മ അവനെ ഉമ്മ വെച്ചു. ദ മൊമെന്റ് ഷീ കിസ്ഡ് ഹിം, ലാസ്റ്റ് കിസ് കൊടുത്ത് കഴിഞ്ഞിട്ട് 4 സെക്കൻഡ്സ് ഒരനക്കവും ഇല്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവൻ പോയെന്ന് വിചാരിച്ചു. കുഴി വെട്ടാനുള്ള ആളെ വിളിച്ചു. പപ്പ ഇതിൻ്റെ ഇടയ്ക്ക് കുഴി വെട്ടാനുള്ള ആളെ വിളിക്കുന്നു, ഫർദർ പ്രൊസീജിയേഴ്സിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു.
ഈ സമയത്താണ് ഇവൻ പെട്ടെന്ന് നാക്കൊന്ന് അനക്കി പെതുക്കെ പെതുക്കെ എണീറ്റ് നിൽക്കാനായിട്ട് നോക്കുന്നത്. ആ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. ഐ ഫീൽ ലൈക്ക് ഹീ കെയിം ബാക്ക് ടു അസ്. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് എണീറ്റിരിക്കുന്നതും ഒന്ന് നടക്കുന്ന അപ്പൂനെയും കൂടെ കാണാനായിട്ട് അവൻ ലാസ്റ്റ് ഒരു ചാൻസും കൂടെ തന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ നടക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ്. സമയം ഏകദേശം നന്നായിട്ട് സന്ധ്യ കഴിഞ്ഞ് രാത്രി ആവാനായിട്ട് തുടങ്ങി. 7-8 മണിയായി. അതുകൊണ്ടിട്ടാണ് വിഷ്വൽസ് ഒട്ടും ക്ലിയർ ആവാതിരിക്കുന്നത്. ഒട്ടും ലൈറ്റില്ല മുകളിൽ. അവൻ എണീറ്റ സമയത്ത് കുടിക്കാൻ കുറച്ച് പാൽ കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ പപ്പേനെ ഫോൺ വിളിച്ച് പറയുകയാണ്, പപ്പ ടെറസിന് മുകളിലോട്ട് ചെല്ലുമോ, കുറച്ച് പാലും കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ട്. ദ റിയാക്ഷൻ ഹി ഹാഡ് ജസ്റ്റ് ലൈക്ക്, നിനക്കൊക്കെ എന്നെ പറ്റി, അവൻ പോയത് ഞാൻ കണ്ടിട്ടാണ് വരുന്നത്, നീ എന്തോ ഈ പറയുന്നത്, അവൻ എന്തിനാ പാലിനി. അത്രയും ഞങ്ങൾ ഉറപ്പിച്ചു അവൻ പോയി എന്നുള്ളത്. ഞങ്ങൾക്ക് ആർക്കും ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല അവൻ തിരിച്ച് രണ്ടാമത് വരും എന്നുള്ളത്. അതുവരെ അവൻ ടെറസിൻ്റെ മുകളിലായിരുന്നു. ഇവൻ രണ്ടാമത് വരുന്നു എന്നും മനസ്സിലായപ്പോഴത്തേക്കും ഞങ്ങൾ അവനെ താഴെ വീടിനകത്തിലേക്ക് കൊണ്ടുവന്നു. ആസ് യു ക്യാൻ സീ ഫ്രം ദ വീഡിയോ, അവൻ ഒട്ടും സ്റ്റേബിൾ അല്ല, പഴയ പോലത്തെ ആ ഒരു എനർജറ്റിക് ആയിട്ടൊന്നും അല്ല. അവൻ ജസ്റ്റ് തിരിച്ച് വരുന്നതേ ഉള്ളൂ. ഇത്രയും നേരം ഒരു 4-5 മണിക്കൂറായിട്ട് അങ്ങനെ ഹാഫ് ഡെഡ് ആയിട്ട് കിടന്ന ആളാണ് ഇപ്പം അവൻ തിരിച്ച് ലൈഫിലേക്ക് വരാനായിട്ട് നോക്കുന്നത്. ഈ 4-5 മണിക്കൂർ മൊത്തം എൻ്റെ മനസ്സിൽ അവനെ എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യം കൂടെ എനിക്കൊന്ന് എണീറ്റിരിക്കുന്നതൊന്നും കണ്ട് ഒന്ന് നടക്കുന്നത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. 2 വർഷമായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. 2 വർഷമായിട്ട് ഞാൻ അവൻ്റെ അടുത്ത് കഥകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അല്ലാതെ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ അത്ര ഫോക്കസ് ചെയ്യില്ല. അപ്പോൾ നമുക്കത് ഭയങ്കര സ്ട്രഗിളാണ്. ഇവനെ വീഡിയോ കോൾ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നൊരു സാധനം അറിയാത്തതുകൊണ്ടിട്ട് തന്നെ ഇങ്ങനെ കഥ കേൾക്കാനൊന്നും വന്നിരിക്കില്ല. അപ്പോൾ വീഡിയോ കോളിലൊന്നും പറ്റില്ല. നേരിട്ട് കാണാതെ അവനെ ഒന്ന് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുഞ്ഞിന് എന്നെ വയറ് വേദനിക്കുന്നോ? ചക്കരേ, അപ്പൂസേ, ഞാൻ കിടക്കട്ടെ. വയറ് വേദനിക്കുന്നോ? ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. എന്റെ പൊന്നെ, ഒന്ന് കാണാൻ പറ്റുമെന്ന്. ഇതൊക്കെ സെയിം ഡേയിൽ നടക്കുന്ന വിഷ്വൽസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ കുറച്ചും കൂടെ ഭേദമായി. അവൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. ആൾക്കാർ ഇരിക്കുന്നതിൻ്റെ ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ ചെയറിൻ്റെ കീഴ്, അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ സൈഡിൽ. ഈ 2 ലൊക്കേഷനാണ് അവൻ എവിടെ പോയാലും അവൻ്റെ ഫേവറേറ്റ് സ്പോട്ട്സ് ഇത് രണ്ടുമാണ്. ചേട്ടൻ അതിനും വേണ്ടിയുള്ള പ്രായമൊന്നും ആയില്ല കേട്ടോ. ആ, 18 വയസ്സേ ഉള്ളു. അങ്ങ് പ്രായം കണ്ടങ്ങ് അങ്ങനെ അപ്പൂപ്പനായെന്ന അവന്റെ വിചാരം. അവൻ സ്വന്തമായിട്ട് എണീറ്റ് ആ ചെയറിൻ്റെ കീഴെ വന്ന് കിടന്നപ്പോൾ തന്നെ ജീവൻ തിരിച്ചു കിട്ടിയ ഫീലായിരുന്നു. അങ്ങനെ ആ ദിവസത്തെ സ്ട്രഗിൾസ് എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസമായി. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ വീഡിയോ കോൾ വിളിച്ചു. ആ കാണുമ്പോഴുള്ള വിഷ്വൽസ് ആണ്. എല്ലാവരും താഴെ ഇറക്കിക്കൊണ്ടുവന്നു. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തൊമ്മി, ആ കാണുന്നത് അപ്പു, ഇനി ഒരാളൂടെ ഉണ്ട് അമ്മു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് വരും. എല്ലാം നഷ്ടപ്പെട്ടു. ഇനി അവനെ ഒന്ന് കാണാൻ പോലും പറ്റില്ല എന്നുള്ള ഒരു ഭയങ്കര സങ്കടത്തിൽ നിന്നാണ് ഒരു ദിവസം കൂടെ ഒന്ന് നീട്ടി കിട്ടിയത്. ഇന്ന് 13-ാം തീയതി. അപ്പുകുട്ട നോക്കിക്കേ, ചേച്ചി വിളിക്കുന്നുണ്ടോ? അപ്പൂസേ, ആസ് യൂഷ്വൽ എണീക്കുന്നു, വീഡിയോ കോൾ വിളിക്കുന്നു. 2 ഫോൺ ഉള്ളത് കൊണ്ടിട്ട് ഒരു ഫോണിനകത്തിൽ ഇങ്ങനെ വീഡിയോ കോൾ വെച്ചിട്ട് പോയേക്കും. അപ്പോൾ ആ വീഡിയോയിലിരുന്നിട്ട് ഞാനും അവനോടിരുന്ന് കാര്യം പറയുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞ തലേദിവസം സംസാരിച്ച പോലെ തന്നെ വീഡിയോ വെക്കുന്നു, ഇരുന്ന് സംസാരിക്കുന്നു. അപ്പൂൻ്റെ ലൈഫ് ജേണി ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ അപ്പൂനെ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ മേടിച്ച ഒരു കടയിൽ നിന്ന് ആ ടൈമിലെല്ലാം ഇവൻ ആൾക്കാരെ കയറി കടിക്കാൻ ഓടിക്കുന്നു. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു. അത് തന്നെയായിരുന്നു ഒരു അഡോളസൻ്റ് ആയിരുന്നു. കഴിഞ്ഞപ്പോഴും അഡൽട്ടായി ഒരു കുറച്ചും കൂടെ ഒരു പ്രായമായ സമയത്താണ് ഇവൻ ഭയങ്കരമായിട്ട് ടച്ച് ഇഷ്ടപ്പെടുന്നതും ഭയങ്കരമായിട്ട് അടുത്ത് വന്നിരിക്കുന്നതും. അതുവരെ നമ്മൾ പിടിച്ചിരുത്തണം അവനെ ഒന്ന് കീഴെ കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ നമ്മുടെ അടുത്തൊന്നും ഇരിക്കില്ല. ഭയങ്കര ഹൈപ്പറായിട്ട് ചാടി മറിഞ്ഞ് നടക്കാനായിരുന്നു താല്പര്യം. പക്ഷേ ഒരു ഇച്ചിരും കൂടെ മാറി കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് അവൻ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയി. ഞങ്ങളുടെ പഴയ അപ്പു ഇന്ന് ഇപ്പോഴത്തെ അപ്പുവിലേക്ക് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെപ്പോഴും അവനെ കളിയാക്കുമായിരുന്നു. ഫുൾ ടൈം തീറ്റയാണ്, വാ അടങ്ങിയിരിക്കത്തില്ല. അതുമല്ല അവൻ എന്ത് കൊടുത്തു കഴിഞ്ഞാലും കഴിക്കുകയും ചെയ്യുമായിരുന്നു. വലിയ ഡിമാൻഡ് ഇടുന്ന ഒരു പട്ടിക്കുട്ടനൊന്നും അല്ലായിരുന്നു. മറ്റേ പൃഥ്വിരാജിൻ്റെ പാട്ടിനകത്തിൽ പറയുന്ന പോലെ കുരുത്തക്കേടിൻ്റെ ഒരു കൂട്ട് തന്നെയായിരുന്നു. മൊത്തം കുരുത്തക്കേടല്ലാണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സാധനങ്ങളൊന്നുമില്ല. എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും കടിച്ചു പറിക്കും. ഈവൻ അവിടെ ഒരു വെറുതെ തുണി ഇട്ട് കഴിഞ്ഞാൽ പോലും അവനത് കടിച്ചു പറിക്കാൻ അവന് സമാധാനം വരില്ല. അതേപോലെ തന്നെ പാവം ഒന്നും ചെയ്യില്ലായിരുന്നു. ലൈക്ക് എല്ലാവരെയും ഇഷ്ടമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. വലിയ കുശുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. വേറൊരാളെ സ്നേഹിക്കുന്ന കാണുമ്പോഴത്തേക്ക് കാണുന്ന കുശുമ്പൊന്നും ബാക്കി 2 പേർക്കും അതുണ്ടായിരുന്നു. പക്ഷെ ഇവൻ അതൊന്നും ഉണ്ടായിരുന്നില്ല. എടാ തൊമ്മി, ഇങ്ങോട്ട് സുഖരാ തൊമ്മി. എടാ അപ്പുഷി, അപ്പുസേ, ഞങ്ങൾക്ക് വല്ലതും തിന്നണം, ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. ഈ 2 മെയിൻ മോട്ടീവ്സ് ആയിരുന്നു അവന് ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു 3-4 വർഷമായപ്പോഴാണ് എല്ലാവരുടെയും മടിയിലിരിക്കണം അല്ലെങ്കിൽ അടുത്ത് വന്നിരിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് വന്നത്. അതുവരെ അങ്ങനെ ഒന്നുമില്ല, കഴിക്കുക, ഉറങ്ങുക, ഇത് 2 മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്.
ഇവനിപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞിട്ട് ആ കാണുന്ന ആദ്യത്തെ വീഡിയോ കോൾ ചാറ്റിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ്റെ പഴയ കഥയെല്ലാം പറഞ്ഞ് ഇവനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അമ്മ പറഞ്ഞു, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോലെ ഇങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോരണം, നീ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഞങ്ങളെ പറ്റിക്കുന്നതായിരിക്കും, ഇവൻ മരിച്ചിട്ടൊന്നും കാണില്ല, ഇവൻ ഇങ്ങനെ എണീറ്റ് പോരുമായിരിക്കും, ആർക്കറിയാം എന്നാ ചെയ്യുന്നതെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇവൻ ഫുള്ളായിട്ട് ഒരു അനക്കവും ഇല്ലാതിരുന്നിടത്തുനിന്ന് എണീറ്റ് പോരുന്നത്. അപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു, കർത്താവിന് 3 ദിവസമായിരുന്നെങ്കിൽ എൻ്റെ അപ്പുക്കുട്ടന് 3 മണിക്കൂർ മതിയായിരുന്നു ഉയർത്തെഴുന്നേറ്റ് പോരാനെന്ന്. 13-ാം തീയതി ആസ് യൂഷ്വൽ ഇവന് വയ്യാത്തോണ്ടിട്ട് തന്നെ എണീറ്റ് ഓടിച്ചാടി പോകത്തൊന്നുമില്ല. നമ്മൾ പറയുന്ന കഥയെല്ലാം കേട്ട് ചെവി പൊക്കി പിടിച്ചിട്ടുണ്ട്. അവന് വയ്യ, ഭയങ്കരമായിട്ട് ക്ഷീണം അവൻ്റെ മുഖത്ത് കാണാനായിട്ടുണ്ട്. ഇറ്റ്സ് ഭയങ്കര ക്ലിയർ ആയിരുന്നു, വിസിബിൾ ആയിരുന്നു അവന് വയ്യ, ക്ഷീണമാണെന്നുള്ളത്. ചെവിയൊക്കെ അനക്കി. അപ്പുസേ, എത്ര നാളായി കണ്ടിട്ട്? പക്ഷേ സ്റ്റിൽ എല്ലാ കഥയും കേൾക്കുന്നുണ്ടായിരുന്നു, ചെവി പൊക്കി പിടിക്കുന്നുണ്ടായിരുന്നു. അറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഐ ഫീൽ ലൈക്ക് ഹീ ഈസ് ജസ്റ്റ് ലുക്കിംഗ് ഓൺ ടു മീ. വീഡിയോ കോളിൽ എന്നെ കാണുന്ന രീതിയിലാണ് ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം വീഡിയോയിൽ തന്നെ നോക്കുക, ക്യാമറയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷനാണ്. ലൈക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാൾ നമ്മൾ അടുത്ത ദിവസം എണീറ്റിരുന്ന് ഫോൺ വിളിക്കുന്ന നേരത്ത് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടോ ചക്കര എടാ ചെറുക്കോ, അപ്പുഷി അപ്പുഷി എടാ അപ്പുഷി. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് കുറച്ചും കൂടെ പെറ്റ് ഓണേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര പ്രായമായ നമ്മുടെ പെറ്റ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവരാദ്യം വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്ന സ്റ്റേറ്റും ആ ഒരു പപ്പി ഫേസും ഒക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. എൻ്റെ അതിൻ്റെ ഒന്നും ഫോട്ടോസ് ഇല്ല, അതാണ് എൻ്റെ ഒരു വലിയൊരു വിഷമം. സ്റ്റിൽ ഐ ക്യാൻ റിമെമ്പർ ഹിസ് പപ്പി ഫേസ്. ഒരു ഭയങ്കര ഒരു കുഞ്ഞ് ഒരു ബോളുണ്ട പോലെയായിരുന്നു, ഒരു വൈറ്റ് ബോൾ, ഭയങ്കര ഒരു ഫറി ബേബി ആയിരുന്നു അപ്പുനെ കൊണ്ടുവന്ന സമയത്ത്. ഭയങ്കര ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു പപ്പി ബേബി. ആൻഡ് ഹീ വിൽ ഓൾവേസ് ബി അവർ ബേബി. ആൻഡ് ഐ തിങ്ക് ഹീ ഈസ് ദ റീസൺ ഫോർ അസ് ടു ഗെറ്റ് ദ സെക്കൻഡ് വൺ. നമ്മളൊരു പട്ടിക്കുട്ടീനെ മേടിച്ച് നിർത്തും എന്ന് വിചാരിച്ചെടുത്തുനിന്ന് 3 എണ്ണം ആയത് നമ്മുടെ ഈ അപ്പുൻ്റെ ക്യൂട്ട് ഫേസ് ആയിരുന്നു. ഈവൻ ക്യാമറയിൽ അവനൊന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. അവൻ എന്നെ നോക്കിയല്ലോ, അവൻ എന്നെ കണ്ടല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ടിരുന്നു. കഥയെല്ലാം പറഞ്ഞ് അന്നത്തെ ദിവസം അവൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു. ഉറങ്ങുന്ന വരെ ഞാൻ വീഡിയോ കോളിലുണ്ടായിരുന്നു. വിളിച്ച സമയത്തും അവൻ ഉറങ്ങുകയാണ്, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഉറങ്ങുകയാണെന്ന് അമ്മ പറഞ്ഞു. ആ സമാധാനത്തിലാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. പക്ഷേ രാവിലെ 3 മണിയായപ്പം, വെളുപ്പംകാലം 3 മണിയായപ്പോൾ എനിക്കിവിടെ കോൾ വന്നു. കോൾ വരാൻ നേരത്തെ എനിക്ക് ഉറപ്പായിരുന്നു അമ്മ അങ്ങനെ രാത്രിയിലൊന്നും വിളിക്കുന്നതല്ല, അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ചേച്ചിയാണോ? ആരെയും നോക്കുന്നേ? ഈ 2 വർഷമായില്ലേ കൊച്ചു കണ്ടിട്ട്? ഇന്നലെ ചേച്ചി കണ്ടേ? പക്ഷേ ഐ ഫീൽ ഓക്കെ. 2 ദിവസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റി, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇത്രയും നാൾ അവൻ്റെ അടുത്ത് കാര്യം പറയാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ഇരുന്ന് പറഞ്ഞു. ഒരു 8-9 മണിക്കൂർ അവൻ്റെ അടുത്ത് 2 ദിവസം കൊണ്ടിട്ടിരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാവരുടെയും എല്ലാ കാര്യവും സംസാരിച്ചിട്ടായിരുന്നു എൻ്റെ കൊച്ചൻ പോയത്. ഹി വിൽ ബി റിയലി മിസ്ഡ്. എല്ലാ ഫാമിലി മെമ്പേഴ്സും, നമ്മുടെ വീട്ടിൽ 6 പേരുണ്ട്. 6 പേരും 3 പട്ടിക്കുട്ടികളും. ഞങ്ങൾ 9 ഫാമിലി മെമ്പേഴ്സുണ്ട്. ഈ 9 ഫാമിലി മെമ്പേഴ്സിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ബാക്കി 8 പേരും ഇവനെ നന്നായിട്ട് മിസ് ചെയ്യും. ഹീ വിൽ ഓൾവേസ് ബി ആർ ചക്കര ബേബി. ഐ ഗസ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് തന്നെ എനിക്കൊരു ക്ലോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഈസി പ്രോസസ് ഫോർ മീ ടു ഹാവ് ഹിസ് ബെറേവ്മെൻറ്റ്. അതൊരു ഓൾവേസ് ഒരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും. എനിക്ക് മാത്രമല്ല, എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം തോന്നുന്നൊരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് അപ്പുവായിരിക്കും. ഐ ഡോണ്ട് നോ വെദർ ദർ ഇസ് ഹെൽ ഓർ ഹെവൻ. ഞാൻ അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ ഇഫ് ദർ ഇസ് ഹെവൻ ഇറ്റ് വിൽ ബി ഫോർ ഹിം. അത്രയും ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ബേബി ആയിരുന്നു. എടാ അപ്പു, എടാ അപ്പുസി, ഓ ഓ എന്തുവാ എന്തുവാ? കണ്ണടച്ച് കാണിക്കാന്ന്. ഞാനും അടച്ച് കാണിക്കാം. എങ്ങനെ അടിക്കുന്നു? സൈറ്റ് അടിക്കുന്നത് എങ്ങനെ? സൈറ്റ് അടിച്ച അപ്പു, എടാ നിനക്ക് പറ്റുമോ? ആൻഡ് ഫോർ എ ഫാക്ട് ദാറ്റ് ഞങ്ങൾക്കെല്ലാം അറിയാം അവനും ഭയങ്കര ഒരു ലക്കി ആയിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയായിരുന്നു. എല്ലാവരുടെയും സ്നേഹം എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ഒരു പട്ടിക്കുട്ടിയായിരുന്നു. ഈവൻ മരിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ എല്ലാവരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും അവൻ്റെ കൂടെ ഇരുന്ന് കഥ പറയാനുണ്ടായിരുന്നു. ഹീ ഫെൽറ്റ് ഇമ്പോർട്ടൻറ്റ്. ഹീ ഫെൽറ്റ് ലൈക്ക് ഹീ ഗോട്ട് ദ ലവ്. ആ ഒരു ഫീലിങ്ങിലാണ് അവൻ മരിക്കുന്നത്. ഒറ്റപ്പെട്ട് കിടന്നിട്ടല്ലായിരുന്നു മരിക്കുന്നത്. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു ഹാവ് ഹാഡ് ദാറ്റ് ലൈഫ്. Thank you so much, Appu, for making our life wonderful. And you may rest in peace forever. Bye.